സ്നാപ്സീഡ് പ്രീസെറ്റ്സ് സംഗതി കാര്യമാണ്. ലൈറ്റ് റൂമിൽ മാത്രമല്ല സ്നാപ്സീഡിലും പ്രീസെറ്റുകളുണ്ട്. നമ്മൾ വിശദമായിട്ട് ഒരു ഫോട്ടോയിൽ ചെയ്ത എഡിറ്റിനെ നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരു ചിത്രത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഈ ഒരു എഡിറ്റിനെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്ത നല്ല പ്രീസെറ്റുകൾ നമുക്ക് നമ്മുടെ സ്നാപ്സീഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. ഫോട്ടോത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഈസ് ഓൾ അബൌട്ട് സ്നാപ്സീഡ് പ്രീസെറ്റ്. എങ്ങനെ നമുക്കൊരു സ്നാപ്സീഡ് പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്കൊരു ചിത്രത്തിനെ നന്നായിട്ട് എഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു എഡിറ്റിനെ ഒരു പ്രീസെറ്റ് ആയിട്ട് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ താഴെ നോക്കിയാൽ ഇവിടെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഏറ്റവും എൻഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രീസെറ്റിന് ഒരു അടിപൊളി പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രീസെറ്റ് സെറ്റായി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റ് മറ്റൊരു ചിത്രം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മൾ പുതുതായിട്ട് എഡിറ്റ് ചെയ്യേണ്ട ചിത്രം സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്ത പ്രീസെറ്റിന്റെ പേര് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരു ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, എടാ എനിക്കും ഇതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്ത് തരാമോ എന്ന്. ഇത്തരം സമയങ്ങളിൽ ഏറ്റവും എളുപ്പം നമ്മുടെ സ്നാപ്സീഡ് പ്രീസെറ്റ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സ്നാപ്സീഡിൽ പ്രീസെറ്റ് ഷെയർ ചെയ്യുന്നത് QR കോഡായിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിലുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ താഴെ QR ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. QR ലുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ നമുക്ക് ക്രിയേറ്റ് QR ലുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് QR ലുക്ക് കൊടുക്കുക. ഇപ്പം നമുക്ക് QR കോഡുള്ള ഒരു ഇമേജ് കിട്ടും. ഇതിനെ നമ്മൾ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ താഴെ ഇവിടെ ഷെയർ ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്ത നല്ലൊരു സ്നാപ്സീഡ് പ്രീസെറ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ സ്നാപ്സീഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിനു മുന്നേ ഫോട്ടോത്തിന്റെ ഫ്രീ സൺഷൈൻ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനു വേണ്ടിയിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഇമേജ് സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കുക. അതിനുശേഷം ടോപ്പിലുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും QR ലുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിന് താഴെ സ്കാൻ QR ലുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സ്ക്രീൻ കിട്ടും. ഇത് വെച്ച് നമ്മൾ മറ്റൊരു സ്ക്രീനിൽ ഈ QR കോഡ് ഓപ്പൺ ആക്കുക, സ്കാൻ ചെയ്യാം. ഇപ്പം നമ്മുടെ ഇമേജിൽ പുതിയ പ്രീസെറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ പ്രീസെറ്റിനെ നമുക്ക് ഫ്യൂച്ചർ യൂസിന് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റൈൽസിൽ പോയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് സേവ് ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് ഈ ചിത്രത്തിനനുസരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ വ്യൂ എഡിറ്റ്സിൽ പോവുക. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണോ ചെയ്യേണ്ടത് അത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, സേവ് ചെയ്യുക. ഇനി കുറച്ചുകൂടെ നല്ല സ്നാപ്സീഡ് പ്രീസെറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് സ്നാപ്സീഡ് QR കോഡ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. നല്ല അടിപൊളി പ്രീസെറ്റുകൾ കിട്ടും. സ്ക്രീനിൽ സ്കാൻ ചെയ്യുക, നിങ്ങളുടെ ചിത്രത്തിൽ അപ്ലൈ ചെയ്യുക ആൻഡ് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. വീണ്ടും പുതിയൊരു എഡിറ്റിംഗ് ടെക്നിക്കായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.